പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ അൾത്താരയിൽ നിന്ന് രണ്ടാമതും സാക്ഷ്യം പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങേ തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് സിബി ജോർജ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഖത്തറിലാണ്. താമസിക്കുന്നത് പാലായിക്കടുത്ത് ഏഴാച്ചേരി ഇടവാങ്ങുമാണ്. ഇതെൻ്റെ മോളാണ്, ആൻസ് മരിയ സിബി, ഓസ്ട്രേലിയയിലാണ്. ഞാൻ 2019 ആദ്യമായി ഈ ഉടമ്പടിയിലോട്ട് കടന്നു വരുന്നത്. അങ്ങനെ ഉണ്ടായ സാഹചര്യം, എൻ്റെ ഫാദർ നല്ല സുഖമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, സ്ട്രോക്ക് വന്ന് തളർന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം നടക്കത്തില്ലായിരുന്നു. അങ്ങനെ വന്നപ്പം എൻ്റെ പേരൻസ്, എൻ്റെ മീൻസ് ഏജ് ഓവർ ആയതായിരുന്നു. അവരെന്നോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വന്ന് ഇവിടെ ആദ്യമായി 2019 ജൂലൈ 12 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. അങ്ങനെ ഞാനാണ് ഉടമ്പടിയിലേക്ക് വന്നു. അനുഗ്രഹം കിട്ടി. അതിനുശേഷം ഞാൻ അനുഗ്രഹത്തിന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഈശോയുടെയും മാതാവിൻ്റെയും മഹത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നത്. എനിക്ക് വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു USA ഒരു വിസ കിട്ടണമെന്ന്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഖത്തറിൽ ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒന്നിച്ച് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, എംബസിയിൽ പോയി നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട് ഫാമിലിയുടെ കൂട്ടത്തിൽ. അപ്പം മോൾ ഓസ്ട്രേലിയയിലായിരുന്നു, ഞാനും എൻ്റെ വൈഫും മോനുമാണ് ഖത്തറിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ നമ്മൾ പരിശുദ്ധമായ തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ കയറുന്നു. കാരണം നമുക്കറിയാം USA ഇൻ്റർവ്യൂ ആണ്. ഇത് വളരെ ഡിഫിക്കൽട്ടാണ്. കിട്ടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ 2-3 ലൈനായിട്ടാണ് കൗൺസിലേഴ്സ് ഇരിക്കുന്നത്. എൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ആഫ്രിക്കൻ വംശജയായ കൗൺസിലറായിരുന്നു. അവിടെ ആദ്യം അറ്റൻഡ് ചെയ്ത് ഒരു അറബ് വംശജനായ ഒരാളെയാണ് ഇൻ്റർവ്യൂ ചെയ്ത്. അയാൾക്ക് കിട്ടിയില്ല. അതിൽ വളരെ രൂക്ഷമായിട്ട് അവരുമായിട്ട് സംസാരിക്കുന്ന എല്ലാം നമ്മൾ തൊട്ടുപുറകിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പോഴൊക്കെ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ഞങ്ങൾക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന സീറ്റ് കാലി കിടക്കുക. എൻ്റെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് കാലി കിടക്കുന്നു. റൈറ്റ് സൈഡിലുള്ള സീറ്റിലാണ് ഈ ആഫ്രിക്കൻ വംശജയായ കൗൺസിലർ ഇങ്ങനെ ഫെയിലാക്കുന്നത്. ഞങ്ങൾ ഇദ്ദേഹത്തോട് സംസാരിച്ച് എൻ്റെ ചാൻസ് ആയപ്പോൾ മാതാവ് ഒരാളെ സീറ്റിലോട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തതുപോലെ ആ സീറ്റിലോട്ട് കാലിയായി കിടന്ന് എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കയറി വരുന്നു. എൻ്റെ വോളണ്ടിയർ പറയുന്നു, ഗോ ടു ദാറ്റ് സൈഡ് എന്ന്. ഞാനും എൻ്റെ വൈഫും കൂടി നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ആ സീറ്റിലോട്ട് വരുന്നു. അദ്ദേഹം എന്നോട് വളരെ ഫ്രണ്ടായിട്ട് എന്നോട് ചോദിക്കുന്നു, എന്താണ് ജോലി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. എന്താണ് വർക്ക് കാര്യങ്ങൾ? അപ്പം പറഞ്ഞു, എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഹിസ്റ്ററി തരാൻ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. വൈഫ് പറഞ്ഞു എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അദ്ദേഹം ഇതെല്ലാം കേട്ടിരുന്ന് ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ദൈവാനുഭവം അല്ലെ മാതാവിൻ്റെ അനുഭവം നമ്മൾ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം വളരെ ഒരു ഫ്രണ്ടായിട്ട് ആരെങ്കിലും ഒരാൾ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ചാൻസ് ഇത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, യു ആർ ഗ്രാൻഡഡ് US വിസ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ മോനും അങ്ങനെ അമേരിക്കയിലെ വിസ കിട്ടി. അപ്പം മോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് മോള് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾക്ക് 10 മിനിറ്റ് ടൈം ബിഫോറാണ് അവൾ അവിടെ ചെന്നത്. അപ്പോൾ മോൾ അവിടെ ചെന്നപ്പോഴത്തേനും മോൾക്ക് എന്താ പറഞ്ഞു, ഒരു കോഫി കുടിക്കാവുന്നോ കരുതി കോഫി സ്റ്റോപ്പിൽ അവിടെ ക്യാൻറ്റീനിൽ പോയി കോഫി കുടിക്കാൻ മോൾ ചെന്നപ്പോഴും ഇതേ സെയിം അനുഭവം നമുക്ക് അവിടെയും കിട്ടി. മാതാവിൻ്റെ അനുഗ്രഹം. ഒരാൾ വരുന്നു, കോഫി കുടിക്കുന്നു, മോളോടൊപ്പം കോഫി വാങ്ങിക്കുന്നു, ഹായ് പറയുന്നു, പോകുന്നു, കാപ്പി കുടിക്കുന്നു. അവർ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു. കൗൺസിലർ ഈ സെയിം കോഫി വാങ്ങിച്ച് ഇതേ വ്യക്തി തന്നെ അവിടെ വന്ന് ഇൻ്റർവ്യൂറായിട്ട് വന്നു. മോളോട് ഇൻ്റർവ്യൂ എടുക്കുന്നു. മോൾക്കും അതേ സമയത്ത് തന്നെ US വിസ കിട്ടി. അങ്ങനെ ഒരേ നിമിഷം മാതാവിൻ്റെ ടൈം ഷോർട്ടനിങ് അല്ലെ ഫസ്റ്റ് അറ്റ് എ ചാൻസിൽ നമുക്ക് USA വിസ ഞങ്ങൾക്ക് ഫാമിലിക്ക് മൊത്തം ഞങ്ങൾക്ക് കിട്ടി. അടുത്ത 10 വർഷത്തേനുള്ള ബിസിനസ് B1 B2 വിസ ഞങ്ങൾക്ക് ഗ്രാൻഡായി കിട്ടി. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ അനുഭവം. രണ്ടാമത്തെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ചെറിയൊരു ബിസിനസ് നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഓഡിറ്റ് നടത്തണം. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഓഡിറ്റ് നടത്തുന്നതിന് ഞങ്ങൾ ഡിലേ ആയി. അങ്ങനെ ഡിലേ ആയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടുത്തെ ഏകദേശം ഒരു 5.5 ലക്ഷം രൂപയോളം ഫൈൻ വന്നു. അപ്പോൾ ഈ ഫൈൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറബ് രാജ്യമാണ്, നമുക്ക് ആരെയും പോയി നേരിട്ട് കാണാൻ പറ്റില്ല. അവരാണ്, നമ്മൾക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. ഉള്ളി ഇമെയിലിൽ കൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇമെയിൽ അയക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പരിശുദ്ധ ഉപ്പ് ഞാൻ തളിച്ച് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഇമെയിൽ അയക്കും. അതിനുശേഷം ഓഡിറ്ററുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, അവർ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം 5.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓണേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ട്രാവൽ ബാനൊക്കെ ഉണ്ടാകും, പല പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു.
കരുണയോടെ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു വഴി തെളിക്കണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെ എനിക്ക് അവരൊരു നോമിനൽ ഫീ എന്നുള്ള രീതിയിലോട്ട് നേരെ റെഡ്യൂസ് ചെയ്ത് 50,000 ആക്കി, നേരെ റെഡ്യൂസ് ചെയ്ത് 5.5 50,000 റെഡ്യൂസ് ചെയ്ത് അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു. അതിന് മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞാൻ അമ്മയുടെ പ്രത്യേകമായി അനുഗ്രഹത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മോളുടെ ഗ്രാജുവേഷന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോകാനായിട്ട് ഞാനും എൻ്റെ വൈഫും മോനും കൂടി ടിക്കറ്റ് എടുത്തു. അപ്പം പോകുന്നത് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. എത്തിഹാദിൻ്റെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പം എനിക്ക് എത്തിഹാദിൻ്റെ ദോഹയിൽ നിന്ന് ഫ്ലൈറ്റ് ദുബായ് വരെയും ദുബായിൽ നിന്നുള്ള കണക്റ്റഡ് ഫ്ലൈറ്റുമായിരുന്നു. പക്ഷേ എന്തോ കാരണവശാൽ ചൈനയുടെ ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ക്യാൻസൽ ചെയ്യാൻ ഞാൻ ഈ ബുക്ക് ചെയ്തത് ഓൺലൈൻ ത്രൂവിലാണ്, ഓൺലൈൻ ഏജൻസി വഴിയാണ്. നമുക്ക് ഡയറക്റ്റ് ഉള്ള എത്തിഹാദിൻ്റെ അല്ല, ഓൺലൈൻ ഏജൻസി വഴിയാണ് ബുക്ക് ചെയ്തത്. ഓൺലൈൻ ഏജൻസി വഴി ബുക്ക് ചെയ്ത് ഞാൻ ഓൺലൈനിലോട്ട് അവർക്ക് ഞാൻ ഇമെയിലോട്ട് ഡ്രീം എന്ന് പറയും, ഡ്രീംസ് എന്ന് പറയും. അപ്പോൾ ഡ്രീംസിലോട്ട് ഞാൻ ഇമെയിൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ട്. അവർ പറഞ്ഞു ക്യാൻസലായി എന്ന് അവരെന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ക്യാൻസലായില്ല. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അന്ന് തന്നെ എന്നെ അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോയി. ഈ റീഫണ്ട് വരുന്നില്ല, ഈ പൈസ വരുന്നില്ല. ഏതാണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് 4,85,000 വരും എൻ്റെ ഫാമിലിയുടെ. ക്യാൻസൽ വരാഞ്ഞിട്ട് ഞാനപ്പം പിന്നെ ഇവരുമായിട്ട് ഞാൻ ഇമെയിൽ ചെയ്യുമ്പം എനിക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എത്തിഹാദിനോട് ഞാൻ ചോദിക്കാൻ പറയും, നിങ്ങളും ഞങ്ങളുമായിട്ട് യാതൊരു ഡീലിങ്ങും ഇല്ല, നിങ്ങൾ കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്സൈഡ് ഏജൻറ്റാണ്, ഓൺലൈൻ ഏജൻറ്റാണ്, അവരെ കോൺടാക്ട് ചെയ്യാൻ പറയും. അവരോട് പറയും ഞാൻ ഓൾറെഡി ഇമെയിൽ അയച്ചെന്ന് പറയും. അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ വളരെ സങ്കടപ്പെട്ടു. പിന്നെ മാതാവ് ഞാൻ ആ ഇമെയിൽ എനിക്കും ഇതേപോലെ തന്നെ ഇമെയിൽ അയക്കും. അപ്പോൾ ഞാൻ ഉപ്പെടുത്തിട്ട് വെഞ്ചരിച്ച് ഉപ്പെടുത്ത് ഞാനിങ്ങനെ നമ്മുടെ കീബോർഡിൽ തളിക്കും. എന്നിട്ട് ഞാൻ ഓരോ ഇമെയിലും ഞാനിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുകൊണ്ടിരുന്നു. ഏതാണ്ട് ആഫ്റ്റർ 5 മന്തിന് ശേഷം വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് ₹1 പോലും കുറയാതെ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത്, അതും ഈവൻ നോ ഷോ ടിക്കറ്റാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് നോ ഷോ ടിക്കറ്റിന് പൈസ എത്രമാത്രം ഡേയ്സ് എന്നും തരികയെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നോ ഷോ ടിക്കറ്റിന് ഫുൾ റീഫണ്ട് എനിക്ക് കിട്ടി. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മൂന്നാമത്തെ വലിയൊരു അത്ഭുതം. നാലാമതായിട്ട് ഞാൻ 2023 ഞാൻ ഉടമ്പടി റാലിയിൽ പങ്കെടുത്തു. ഉടമ്പടി റാലിയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ചെരുപ്പിടാതെയാണ് ഞാൻ നടന്നത്. അപ്പം എന്ത് സംഭവിച്ചു, കാല് മുഴുവൻ ഇങ്ങനെ കൊമളച്ചു, വലിയ കൊമളയായി. അപ്പം എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര സങ്കടം, ഇത് എങ്ങനെ ഇനി നടക്കും. അപ്പോൾ അമ്മ പറഞ്ഞു മാതാവിൻ്റെ തൈലം തൂക്കാം. മാതാവിൻ്റെ തൈലം തൂത്തു. മാതാവിൻ്റെ 2 കാലിലും തൈലം തൂത്ത് ഞാൻ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പം എങ്ങനെ എൻ്റെ പഴയ കാലിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എൻ്റെ കാല് എങ്ങനെയാണോ പഴയതുപോലെ തന്നെ ആ കാല് നോർമൽ രീതിയിൽ സാധിച്ചു തന്നു. അമ്മയ്ക്കും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. അടുത്തതായിട്ട് ഖത്തറിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഞാനിങ്ങനെ വണ്ടിയുടെ ഡോറ് തുറന്ന് ഡോർ അടയ്ക്കുന്നതിന് മുന്നേ എൻ്റെ മോൻ ഡോർ ശക്തമായിട്ട് അങ്ങ് അടച്ചപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ വിരൽ ഡോറിൻ്റെ ഇടയ്ക്കായിപ്പോയി, ജാമായിപ്പോയിട്ട് നല്ല നീല കളറിങ് വന്നു. അപ്പോൾ നീല കളർ വന്നതിന് നീല കളറായിപ്പോയി. അപ്പം ഞാൻ അന്നേരം തന്നെ വീട്ടിൽ ഓടിച്ചെന്നു. അപ്പം കൈ ബ്ലഡ് അങ്ങ് ക്ലോട്ടായിട്ട് ഇങ്ങനെ നീല കളറായി. മാതാവിൻ്റെ തൈലം തൂത്തതിന് ശേഷം അത് പിറ്റേ ദിവസം നോക്കുമ്പം ഒരു വ്യത്യാസവുമില്ല, സാധാരണ നോർമലായി. ഇങ്ങനെ അനവധിയായ അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് വേണ്ടി തന്നത്. ഇനി എൻ്റെ മകൾക്കുണ്ടായ ഞാൻ ഉടമ്പടിയിൽ 2025 ഞാൻ വന്ന് ഉടമ്പടിയിൽ വെച്ച ഒരു അനുഗ്രഹം എൻ്റെ മോൾക്ക് കിട്ടി. അതിനെക്കുറിച്ച് മോള് നമുക്ക് സാക്ഷ്യം ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ പേര് ആൻസ് മരിയ. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഞാൻ ഉടമ്പടിയിലോട്ട് വരുന്നത് ഈ പപ്പ പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അകത്ത് USA വിസയ്ക്ക് പോയപ്പം ആ ഓഫീസർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ കോഫി കുടിക്കാൻ. അത് കഴിഞ്ഞ് പിന്നെ സെയിം ആൾ. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിലാണെങ്കിലും പപ്പായും മമ്മിയും ഉടമ്പടിയിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിലോട്ട് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 12th January 2024 എടുക്കുന്നത്. അപ്പോൾ എടുക്കാനുള്ള കാരണം ആ വർഷം ഞാൻ ഗ്രാജുവേറ്റ് ആകുമായിരുന്നു. പിന്നെ ജോലിയും പിന്നെ ബാക്കി വിസയുടെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഇതായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ 2024 ഡിസംബറിൽ ഗ്രാജുവേഷനായി. പേരൻസൊക്കെ വന്ന് ആ ഗ്രാജുവേഷൻ ആയതുപോലും എനിക്ക് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ ഹൈ ഡിസ്റ്റിങ്ഷനോടാണ് പാസ്സായത്. അതെൻ്റെ കഴിവോ ഒന്നുമല്ല, അത് പ്യുവർലി മാതാവ് എനിക്ക് തന്നതാണ്. കാരണം അങ്ങനെ അത് എളുപ്പമല്ല. അവിടെ പുറത്ത് കറക്റ്റ് 3 വർഷത്തിനുള്ളിൽ ഡിഗ്രി കഴിഞ്ഞ് ഹൈ ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവുന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ തുടർന്ന് ജോലിക്കാണെങ്കിലും അത്
നമ്മളല്ല, മാതാവ് ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ എനിക്കാണെങ്കിൽ കറക്റ്റ് ഒരു നല്ല ആശുപത്രിയിൽ ജോലി കിട്ടുകയും ചെയ്തു. നമ്മൾ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ ചെയ്യുന്ന വർക്കിംഗ് വിസയ്ക്കാണ്. അപ്പോൾ ആ വർക്കിംഗ് വിസ അവിടെ 2 വർഷത്തേനാണുള്ളത്. അപ്പോൾ എൻ്റെ വർക്കിംഗ് വിസ തീരുന്നത് ഈ ഡിസംബർ 2026 ഡിസംബർ 27 തീരും. അപ്പം ഞാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് PR വേണ്ടി പെർമനൻറ്റ് റെസിഡൻസി, ഓസ്ട്രേലിയയിലെ പെർമനൻറ്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവിടെ പോയിൻറ്റ് സിസ്റ്റമാണ്, അപ്പോൾ അതിനുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിന് എത്ര കൂടുതൽ മാർക്ക് കിട്ടുന്നോ അത്രയും പോയിൻറ്റ്സ് കിട്ടും. അങ്ങനെ അവിടെ പോയിൻറ്റ് സിസ്റ്റം. അപ്പം ഞാൻ ആദ്യത്തെ ഇതിൽ എഴുതിയപ്പം എനിക്കാണെങ്കിൽ വെറും 2 മാർക്കിന് എനിക്ക് റൈറ്റിങ്ങിന് പോയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം എൻ്റെ കയ്യിലും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി വസ്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ അന്ന് ഭയങ്കര വിഷമമായി. പിന്നെയും കുറേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പിന്നെയും എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പ് എക്സാമിൻ്റെ റൂമിൽ ഞാൻ അവരറിയാതെ ഇട്ടു. അവർ ആക്ച്വലി അലൗ ചെയ്യത്തില്ല ഒന്നും. ഞാൻ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇച്ചിരി ഇട്ടായിരുന്നു, അത് അവിടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അറ്റംപ്റ്റിൽ എനിക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിന് നല്ല മാർക്കോടെ പാസ്സാകാൻ പറ്റി. അങ്ങനെ പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എക്സാം പാസ്സായത് ജനുവരി 2026 2026 ഞാൻ പാസ്സായത്. അപ്പോൾ ഡിസംബർ 2026 ഈ വർഷം എൻ്റെ വിസ തീരുമായിരുന്നു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ഒരു പേടി, ഒരു ടെൻഷൻ പോലെയായിരുന്നു. കാരണം ഇതുവരെ എനിക്ക് PR ഇൻവിറ്റേഷൻ വന്നിട്ടില്ല. ഇൻവിറ്റേഷൻ വന്നില്ലെങ്കിൽ നമ്മൾ വിസ തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് പോരണം. അവിടെ ജോലി ഉണ്ടെങ്കിലോ ഇല്ല, വിസയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനത് ടെൻഷനായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വർഷം ഒരു ഇൻവിറ്റേഷനും വന്നിട്ടില്ലായിരുന്നു ഓസ്ട്രേലിയയിൽ PR. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ സമയത്താണ് ഞാൻ ജൂണിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വീട്ടിൽ പറയുമ്പോഴാണേലും അവരും നല്ല പപ്പ ഉടമ്പടിയിൽ അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ വന്നപ്പം പുതുക്കിയപ്പം പപ്പായും വെച്ചായിരുന്നു ഓസ്ട്രേലിയയിൽ PR കിട്ടുന്ന കാര്യം. അപ്പം അത് പപ്പായും പ്രാർത്ഥിച്ചു, അവരും പറയുന്നുണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥന മാത്രമായിരുന്നു, വേറെ ഒന്നും മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതെല്ലാം ഗവൺമെൻറ് സൈഡിൻ്റെ ഇതല്ലേ. അപ്പം അങ്ങനെ ജൂൺ 4 എനിക്ക് മാതാവിൻ്റെ വലിയ അനുഗ്രഹത്താൽ എനിക്ക് PR ഇൻവിറ്റേഷൻ വന്നു. അപ്പോൾ അവിടെ PR ഇൻവിറ്റേഷൻ വന്നാൽ നമ്മൾ PR പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. യൂഷ്വലി അവിടുത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 7 to 8 months. അപ്പം ഞാനത് എക്സ്പെക്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചു. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കുറേ മുന്നേ ഇൻവിറ്റേഷൻ കിട്ടിയതൊക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു 8 months ആയിട്ട്. അപ്പം ഞാനത് എക്സ്പെക്റ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഓഗസ്റ്റ്, ജൂലൈ ആണെങ്കിൽ ജൂലൈ 5 ഞാനാണെങ്കിൽ ഞാൻ അന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഡെയിലി ബ്രെഡ് ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന നേരത്ത് കേട്ടോണ്ടാണ് പോയത്. അപ്പോൾ ഡെയിലി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് PR ഉണ്ട്. അപ്പോൾ ഡെയിലി ബ്രെഡ് കേൾക്കാൻ നേരത്ത് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഡിലേ വന്നാലും നീ പേടിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ പ്രിയങ്കരനാണോ പ്രിയങ്കരിയാണോ എന്ന് നമ്മൾ നോക്കിയാൽ മതി, അതാണ് മെയിൻ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനതിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് PR ഗ്രാൻഡായിന്ന്. ലിറ്ററലി 1 മാസത്തിനുള്ളിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് എനിക്ക് PR ഗ്രാൻഡായി. ഇതൊന്നും എൻ്റെ മെറിറ്റോ ഒന്നുമല്ല, അത് മാതാവ് മാത്രം എനിക്ക് വേണ്ടി തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അവിടെ പ്രാർത്ഥനാ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യാറുണ്ട്. മാതാവിന് ഈ വലിയ ബ്ലെസ്സിങ് തന്ന് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയ നമ്മുടെ കൃപാസന പേപ്പർ ഞാൻ ഖത്തറിൽ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു 16 പേർക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് 6 മാസത്തോളം ഞാനത് ഇങ്ങോട്ട് വിടുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ നമ്മുടെ സാക്ഷ്യങ്ങളും കേട്ട് അച്ഛൻ്റെ പ്രസംഗങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ എന്ന് ഉടമ്പടി എടുത്തോ അന്ന് മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ എൻ്റെ വാട്സപ്പിലെ DP ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നെ കാണുന്നവരും ഞാൻ പലരുമായിട്ട് വിദേശത്താണ്, അറബികളുമായിട്ടും മറ്റുള്ള അറബ് വംശജരുമായിട്ടാണ് നമ്മൾ ഡീലിങ്സ്, സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. അപ്പം എല്ലാവരുടെയും മുന്നിൽ ഒരു മാതാവിനെ ഒരു സാക്ഷിയായി മാതാവിനെ പരിചയപ്പെടുത്തുവാനായിട്ട്
അതൊരു മാധ്യസ്ഥമായിട്ട് അല്ലെ ഒരു മാതൃകയായിട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ വാട്സപ്പിലെ DP ഞാൻ മാതാവിൻ്റെ തന്നെയാണ്. ഞാൻ ഇന്നുവരെ 2019 ടു അണ്ടിൽ നൗ ഞാൻ മാറ്റിയിട്ടില്ല. ഇനി എനിക്ക് പിന്നീട് ഞാൻ കാരുണ്യ പ്രവൃത്തിയിലോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കും. ഞാനും വൈഫും സെർവൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ ആഴ്ചയിൽ ബുധനും ശനിയും ഞങ്ങൾ ഫാസ്റ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ ഞങ്ങളത് ഒരു 6 മുതൽ 12 വരെ ഏകദേശം ഒരു 1300ഓളം പൊതിച്ചോറുകൾ, ബിരിയാണി ചോറുകൾ നമ്മളുണ്ടാക്കും, വീട്ടിലുണ്ടാക്കും. ഞങ്ങൾ പാക്ക് ചെയ്യും, കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അത് നമ്മൾ കൊടുക്കുന്ന റോഡിൽ പണിയെടുക്കുന്നവരുണ്ടാകും, സെക്യൂരിറ്റിക്കാരുണ്ടാകും, അങ്ങനെ അത് പല കാര്യങ്ങൾ അങ്ങനെയുള്ളവർ. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞാനിപ്പം വൈകുന്നേരം ഫുഡ് മേടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരെണ്ണം കൂടി മേടിക്കും. അപ്പോൾ ഞാൻ കയറി പോരുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ഉണ്ടാവും, അവർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ എനിക്ക് കാരുണ്യപ്രവൃത്തിയായിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ദശാംശം ഞങ്ങൾ കൃത്യമായിട്ടും മോള് പറഞ്ഞില്ല, മോളും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വൈദികരുണ്ട്, വൈദികർക്ക് അയച്ചു കൊടുക്കും. അവരത് കൃത്യമായിട്ടും എല്ലാ രോഗികൾക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഓർഫണിൽ കൊടുക്കുന്നുണ്ട്. ഇടുക്കിയിലുള്ള ഒരു ഓർഫണിൽ കൊടുക്കുന്നുണ്ട്, പാലായിലൊരു ഓർഫണുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മമാരെ നോക്കുന്ന ഒരു ഓർഫണുണ്ട്, അവിടെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഫേസ്ബുക്കിനകത്ത് നമ്മൾ വരുന്ന രോഗികളായിട്ട് വരുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ, സഹായം ആവശ്യപ്പെട്ട് വരുന്നു. അവർക്കെല്ലാം നമ്മൾ പേരോ ഒന്നുമില്ലാതെ നമ്മൾ ചെറിയ ചെറിയ തുകകൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത്. പിന്നീടുള്ളത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന ഒരു മാറ്റം അത് പറയാം. ഞങ്ങൾ എല്ലാ ദിവസവും ഈ മുസ്ലിം രാജ്യത്ത് ഞങ്ങൾ കുർബാനയ്ക്ക് പോകും. എല്ലാ ദിവസവും ഞങ്ങൾക്ക് 7 മണി കുർബാനയുണ്ട്. അത് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകും. ഞാനും മോനും കൃത്യമായിട്ടും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ഒരു ദിവസം പോലും മുടക്കില്ല. പരിശുദ്ധ കുർബാനയും ജപമാലയും, രാത്രിയിലെ ജപമാലയും. അപ്പം തിരിച്ചു പോരുമ്പോൾ നമ്മൾ ലേറ്റ് ആവും. അപ്പം നമ്മൾ വണ്ടിയിലിരുന്നായിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ ജപമാലയില്ലെന്ന്. ഞങ്ങളത് ഇന്ന് വരെ ഞങ്ങൾ മുടക്കാറില്ല. അത് കണ്ടുകൊണ്ടാണ് തന്നെ മക്കളും വളർന്നത്, മോനും മോളും. അപ്പം അത് നമ്മൾ ജപമാല ഒരിക്കലും മുടക്കാറില്ല. അതിനുശേഷം രാവിലത്തെ പ്രാർത്ഥന, വൈകിട്ടത്തെ നമ്മുടെ പ്രാർത്ഥന, ഇതെല്ലാം മുടക്കാറില്ല. ഞങ്ങൾ രാവിലെ എണീക്കുമ്പം കോഫി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡെയിലി ബ്രെഡ് ഞങ്ങളുടെ സൈഡിലെ കിച്ചൻ്റെ സൈഡിൽ നമ്മൾ വെക്കും, ഓണാക്കി വെക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും, കാരണം ഞങ്ങളെല്ലാവരും ഡ്യൂട്ടിക്കാരാണ്. അപ്പം പോകുന്നതിന് മുന്നേ തന്നെ ടേബിളിൽ വെച്ച് ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടാണ് നമ്മുടെ പാചകം തുടങ്ങുന്നത് തന്നെ, സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമ്മൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു അല്പം മുൻകോപിയായിരുന്നു. പക്ഷേ ഈ 2019 മുതൽ നമ്മൾ വളരെ മോള് പറയുന്നത് ചില്ലായി. നമ്മൾ എന്ത് പറഞ്ഞാലും സോക്കെ നടക്കും, ദൈവം നടത്തും, കുഴപ്പമില്ല എന്നുള്ളൊരു കൂൾ മെൻറ്റാലിറ്റിയിലോട്ട് വരാൻ തുടങ്ങി. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മാറാൻ പറ്റി. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ തന്ന പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രത്യേകം മധ്യസ്ഥം അപേക്ഷിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. മനുഷ്യരാശി ഇന്ന് കടന്നു പോകുന്നത് ഒരു പുതിയ വഴിയിലൂടെയാണ്. ലോട്ട് ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, നേരത്തെ കണ്ടുപരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം അറിയാത്ത, കാണാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത് ദൈവം മാത്രമാണ്. നാം അറിയാത്ത വഴികളിലൂടെ, പുതിയ വഴികളിലൂടെ ഞാൻ നിന്നെ നടത്തുമെന്ന് പറഞ്ഞാൽ ഈ വചനം പറയുന്നത് നമ്മുടെ ഒരു ആധ്യാത്മിക ജീവിതമാണ്. ഉടമ്പടി ഒരു പുതിയ ആത്മീയ ജീവിത ബന്ധമാണ്. വർഷങ്ങളായിട്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഉടമ്പടി ഒരു പ്രവർത്തന പദ്ധതിയാണ്. ഈ ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം. ഉടമ്പടിയിൽ ദൈവത്തെ നാം മുൻകൂട്ടി നടക്കുവാനുള്ള ഒരു ആത്മീയ തീരുമാനമാണ്. ദൈവമാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് ആ ദൈവത്തെങ്കിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുന്നത്. ദൈവം നമ്മുടെ മുൻപേ പോകുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ദൈവം കാണിക്കുന്ന വഴിയിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ് സിബി ജോർജ് എന്ന സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. സ്വന്തം അച്ഛനും അമ്മയും
ഏജ് ഓവർ ആയപ്പോൾ അവർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഈ മകൻ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കൃപാസന മരിയൻ ഉടമ്പടി എടുത്ത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ സാക്ഷ്യമാണ് ആദ്യത്തെ സാക്ഷ്യത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 2ാം സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നത്. USA ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും അങ്ങനെ ഇൻ്റർവ്യൂവിന് പോവുകയും എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ അമ്മയുടെ ഇടപെടലാണ് ഈ സഹോദരൻ നമ്മളോട് പറയുന്നത്. അതായത് ഹസ്ബൻഡും വൈഫും മകനും USA ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും മകൾ ഓസ്ട്രേലിയയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയുമാണ്. സൈമൾട്ടേനിയസ്ലി ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലാണ് ഇവരുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരേ സമയത്ത് ഇവരുടെ ഇൻ്റർവ്യൂയുടെ സമയത്ത് വളരെ ബുദ്ധിമുട്ടായ ഒരു ഇൻ്റർവ്യൂ സമയമായിരുന്നു. പക്ഷേങ്കിൽ ഇവരുടെ ടേൺ ആയപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഇൻ്റർവ്യൂവർ ചേഞ്ച് ആവുകയും ഇവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ അവൈലബിൾ ആവുകയും ചെയ്ത ഒരു അമ്മയുടെ ഇടപെടലാണ്. മകൾക്കാണെങ്കിൽ തന്നെയും ഓസ്ട്രേലിയയിൽ ഇൻ്റർവ്യൂവിന് മുമ്പ് ഒരു കോഫി കുടിക്കാൻ പോവുകയും അവിടെ ആ സമയത്ത് തന്നെ ആ ഇൻ്റർവ്യൂവിനെ പരിചയപ്പെടാനും ജസ്റ്റ് ഹായ് പറയുന്നതിൻ്റെ ഒരു മുൻകൂട്ടി അമ്മ ഒരു സാന്നിധ്യം അമ്മ കൂടെയുണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ് അമ്മയുടെ ഈ മകൾക്കും കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോയപ്പോൾ മുൻപേ കണ്ട ആ വ്യക്തിയെ തന്നെയാണ് കാണുവാൻ സാധിച്ചത്. അങ്ങനെ ഈ 2 പേർക്ക് 2 സ്ഥലത്തും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം ഈ മക്കൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവിടെ പറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു ഇടപെടലാണ്. ഒരേ സമയത്ത് അമ്മ അവിടെ പേഴ്സണലിൽ കൂടെ അമ്മ തന്നെയാണ് ഇടപെട്ട് ഇവർക്കൊരു ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ ഈ 2 സ്ഥലത്തും ഈ ഹസ്ബൻഡും ഈ മകനും വൈഫും മോനും മകൾ ഓസ്ട്രേലിയയിലും ഒരേ സമയത്ത് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും പാസ്സാവുകയുമാണ്. അങ്ങനെ USA ഫാമിലി വിസ ഇവർക്ക് ലഭിക്കുകയാണ്. ഇവിടെ പറയുന്നത് ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, കാരണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥന മാത്രമേ പറ്റൂ. ആ പ്രാർത്ഥനയിലൂടെയാണ് ഈശോയുടെയും അമ്മയുടെയും ഇടപെടലിൽ കൂടെ ഇവർക്ക് ഫാമിലി വിസ ലഭിച്ച് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുന്നത്. പിന്നീടുള്ളത് കമ്പനിയുടെ ടാക്സ് ഓഡിറ്റിംഗ് ഡിലേ ആയതും പിന്നീട് നല്ലൊരു ഹ്യൂജ് എമൗണ്ടാണ്, അതായത് 5.5 ലക്ഷത്തോളം എമൗണ്ട് അവർക്ക് പേയ്മെൻ്റായിട്ട് നോട്ടീസ് വരികയും വീണ്ടും ഇവർക്കൊന്നും ചെയ്യാനില്ല, ഇവിടെ കയ്യിലൊന്നും പറ്റില്ല, ആരെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല, ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നല്ല തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈശോയുടെയും അമ്മയുടെയും ഒരു ഇടപെടലിൽ കൂടെ തന്നെയാണ് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ ഒരു അനുഗ്രഹമാണ് ഒരു നോമിനൽ ഫൈൻ വരികയും 5.5 ലക്ഷം കട്ട് ഷോട്ട് ഇൻറ്റു 50,000 ആക്കുകയും അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഖത്തറിൽ സ്വന്തമായിട്ട് കമ്പനി നടത്തുകയും ആ കമ്പനിയിൽ ഈശോയുടെ അമ്മയുടെയും കൃപയാൽ മാത്രമാണെന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം വായിച്ചു കേട്ട വചനം പോലെ പോകാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നീ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൻ കാണിച്ചു തരുമെന്നാണ്. നമുക്ക് ആരുമില്ല ആശ്രയിക്കാൻ, സഹായിക്കാൻ ആരുമില്ലാത്തപ്പോൾ പോകേണ്ട വഴി ദൈവം തന്നെയാണ് കാണിച്ചു നൽകുന്നത്. ഇവിടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ആ കമ്പനിയുടെ നോമിനൽ ഫൈൻ ഈടാക്കി അത് ക്ലോസ് ആക്കിയാണ്. പിന്നീട് വന്നത് മകളുടെ ഗ്രാജുവേഷൻ സെറമണി ഓസ്ട്രേലിയക്ക് പോകാനുള്ള ടിക്കറ്റ് ക്യാൻസൽ ആകുമ്പോൾ അവിടെയും ആരെയും ആശ്രയിക്കാൻ സാധിക്കില്ല, ഇതെല്ലാം ഓൺലൈൻ വർക്കാണ്. പക്ഷേങ്കിൽ അവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ ഓൾ മെയിൽസ് അയക്കുമ്പോൾ എല്ലാ കോണ്ടാക്ട്സിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാണ് ഓരോ മെയിൽ ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കോണ്ടാക്റ്റിലും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്തോടെയാണ് മെയിൽ ഫോർവേഡ് ചെയ്യുന്നത്. നോ ഷോ ടിക്കറ്റ് കിട്ടുമ്പോഴും ഫുൾ എമൗണ്ട് റീഫണ്ട് കിട്ടാനും വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേങ്കിൽ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഫുൾ എമൗണ്ട് റീഫണ്ടായിട്ടാണ് ഈ മക്കളെ സാക്ഷ്യപ്പെടുത്തുന്നത്. അതും നമ്മുടെ മെറ്റിലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പിന്നീടുണ്ടായിരുന്ന രോഗസൗഖ്യമാണ്, അതായത് വണ്ടിയുടെ ഡോറ് അടച്ചപ്പോഴുണ്ടായിരുന്ന ഹേർട്ട്, അത് ബ്ലഡ് ക്ലോട്ട് ആയപ്പോഴും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതും ഉടമ്പടി ജപമാല റാലിയിൽ വന്നപ്പോൾ കാൽപാദം നീര് വയ്ക്കുകയും അവിടെയും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകുകയാണ്.
പിന്നീട് മകൾക്കുണ്ടാകുന്ന മകൾക്ക് കിട്ടിയ ഗ്രാജുവേഷനിൽ പിന്നെ PR എല്ലാം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ വീണ്ടും ഈ മകൾ തന്നെയാണ് ആൻസ്മരിയ തന്നെ ഉടമ്പടി എടുക്കുകയും പിന്നീടുള്ള എല്ലാ കാര്യവും ഈശോയും അമ്മയും ഏറ്റെടുക്കുകയാണ് ഈ മകളുടെ ജീവിതത്തിൽ. സ്റ്റുഡൻറ്റ് വിസയിൽ പോവുകയും വർക്കിംഗ് വിസ അത് തീരാറായപ്പോഴും ഈശോയുടെ മകളുടെ വലിയ ഒരു ഇടപെടലിലൂടെയാണ് ജൂൺ 4 ഈ മകൾക്ക് PR നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. സാധാരണ ജൂൺ 4 PR ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. സാധാരണ ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 7 to 8 months. പക്ഷേങ്കിൽ ഈ മകളുടെ കാര്യത്തിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലാണെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. വിതിൻ എ മന്ത് ഷീ ഗോട്ട് PR ഗ്രാൻഡായി. അത് ഈശോയുടെ അവിടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഉടമ്പടി ജീവിതത്തിൽ സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞതിന് പ്രകാരമാണ് ഈ സഹോദരൻ സിബി ജോർജ് ഉടമ്പടി എടുത്തത്. പിന്നീട് ഈ അച്ഛനും അമ്മയും ഉടമ്പടി എടുത്ത പ്രാർത്ഥന ഫലമായിട്ടാണ് ഈ മകൾ ആൻസ്മരിയായും ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഉടമ്പടി ജീവിതം ഒരു വിശ്വാസ കൈമാറ്റമാണ്. കുടുംബത്തിലെല്ലാവരും ഒത്തുചേർന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും കാരുണ്യ പ്രവർത്തികളായിട്ട് പലരെയും സഹായിക്കുകയാണ്. പറ്റാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഈ മക്കൾ ഈ കുടുംബം ഒന്നിച്ച് നിന്നാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. വണ്ടിയിൽ കൃപാസനത്തിലേക്ക് എല്ലാ മാസവും ആൾക്കാരെ കൊണ്ടുവരികയും എല്ലാവരെയും ഉടമ്പടി ജീവിതത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക്, ഒരാത്മീയ ജീവിതത്തിലേക്ക് നയിക്കുകയാണ്. മറ്റ് പല കാരുണ്യ പ്രവർത്തനം വലിയ രീതിയിലാണ് ഈ കുടുംബം ചെയ്യുന്നത്. ആത്മീയമായിട്ടും എല്ലാ ദിവസവും നമ്മളെല്ലാവരും മിക്കപ്പോഴും കേൾക്കാറുണ്ട്, പുറത്ത് വിദേശ രാജ്യങ്ങളിലുള്ളവർ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല, കുമ്പസാരമില്ല എന്നൊക്കെ. പക്ഷേങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഖത്തറിൽ കുർബാനയ്ക്ക് പോകാൻ സാധിക്കുകയും പോരുന്ന വഴിക്ക് കൊന്ത ചൊല്ലി ജപമാല ചൊല്ലി ഈ കുടുംബം തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത് ഇവിടെയെല്ലാം നാം കാണുന്നത്. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ആ കുടുംബം മുഴുവനായിട്ട് ഈശോയുടെ അമ്മയുടെ ആ സാന്നിധ്യം മനസ്സിലാക്കുകയാണ്. സങ്കീർത്തനം 103:17-18 വചനം പറയുന്നത് പോലെ, എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും, അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കുമെന്നാണ്. തലമുറ നിലനിൽക്കുന്ന ഒരു ഭക്തിയാണ് ഇവിടെ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും പോകാത്ത വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ആ ജീവിതത്തിൽ ഏത് യാത്രയായാലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സാന്നിധ്യമാണ് ഇവരുടെ കൂടെ എപ്പോഴും ഉള്ളത്. നാം അറിയാത്ത വഴികളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കും പേടിക്കാതെ കൃപാസനം ഉടമ്പടിയിൽ നാം നിലനിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സിബി ജോർജിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.